Hi, welcome back to the lesson. ബോസൻ രാജീവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യ വീഡിയോയിൽ ചെയ്തത് ഏത് പാഠമെന്ന് ഓർമ്മയുണ്ടോ? ഹൊറിഗാലു എന്ന ലെസണാണ്. ആ ലെസണിൻ്റെ ആദ്യ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഏരിയസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുന്നത്. ഓൺലൈൻ വീഡിയോസ് ആണെന്ന് പറഞ്ഞൊരിക്കലും ക്ലാസ്സുകൾ കേൾക്കാതിരിക്കുകയോ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ ചെയ്യുക നല്ല ശീലമല്ല. കാരണം ഓൺലൈനായാലും ഓഫ്ലൈനിലായാലും എക്സാമിനേഷൻ കൃത്യമായി എന്ത് ചെയ്യും? നിങ്ങളുടെ ബോർഡ് കണ്ടക്ട് ചെയ്യും. അതിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ സ്റ്റഡീസിലേക്ക് പോകാനൊക്കെ സാധിക്കൂ. പരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് അല്ലേ? കോവിഡ് വന്നതിനുള്ളിൽ പ്രശ്നം ഉണ്ടായത്. അതൊക്കെ മിക്കവാറും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കൂടിയൊക്കെ എന്ത് ചെയ്യും? മാറും അല്ലേ? കാരണം ഒരു ഇഷ്യൂവും പെർമനൻ്റ് അല്ല, ഒരിക്കലും ഒന്നും പെർമനൻ്റ് അല്ല. അതുകൊണ്ട് നമുക്കൊരിക്കലും അത് അങ്ങനെ ആവും എന്ന് മാത്രം ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന് പോസിറ്റീവായ തലങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ ഇഷ്യൂസൊക്കെ മാറി നമുക്ക് നോർമൽ ലൈഫിലേക്ക്, ക്ലാസ് റൂമിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ നമ്മൾ എന്ത് ചെയ്യും? ഹൊറിഗാലുവിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകണം. ഒരു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേ? ഈ ഹൊറിഗാലു എന്ന് പറഞ്ഞ ലെസൺ എഴുതിയത് സുധാമൂർത്തിയാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത്താണി എന്നാണ്. അത് ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പരിധിവരെ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം മറക്കാനും മാറ്റാനും മറയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ഉപാധി മാത്രമാണ് എന്ന് പറയുന്നത് ഹൊറിഗാലൂസ്. അപ്പോൾ വളരെ കഥയൊക്കെ അത് ഒരു സെക്ഷൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്നാൽ ഓടിച്ച് പറയാം, മലയാളത്തിൽ പറയാം. സുധാമൂർത്തി ജനിച്ചതും വളർന്നതുമെല്ലാം ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. ഗ്രാമത്തിൽ വലിയ ഒരു ആൽമരവും അതിന് കീഴിലൊരു അത്താണിയും ഉണ്ടായിരുന്നു. സുധാമൂർത്തിയുടെ മുത്തച്ഛൻ അപ്പൂപ്പൻ ഒരു വിരമിച്ച അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഈ ബന്നിൻ്റെ ചുവട്ടിൽ പോയിരിക്കുകയും അനേകം ആൾക്കാരുമായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതിൽ വഴിയാത്രക്കാരുണ്ടാവും, പാടങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരുണ്ടാവും അല്ലേ? അങ്ങനെ പല പല ആൾക്കാരും ടയർഡായിട്ടവിടെ വരികയും ക്ഷീണിച്ചവിടെ വരുന്നേ. എന്നിട്ട് അവരുടെ എന്താണ് ഭാരങ്ങൾ, ഇപ്പോൾ ചുമടുകളൊക്കെ ഉണ്ടാവത്തില്ലേ, അതൊക്കെ ഇറക്കി വെക്കുകയും ഈ അധ്യാപകനുമായിട്ട് ഒരുപാട് സംസാരിക്കുകയും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ അധ്യാപകൻ ഒരു പോസിറ്റീവായ മൈൻഡിൽ അത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് പറയുന്ന ആളിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു അല്ലേ? വളരെ ക്ഷണിച്ചു വന്ന ആൾക്കാർ മടങ്ങി പോകുന്നത് കാണുമ്പോൾ വളരെ റിഫ്രഷ്ഡ് ആയിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ അപ്പൂപ്പൻ വേറെ ഒന്നും പറയുന്നതോ സൊല്യൂഷൻസ് പറയുകയോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യാമെന്ന് പോലും പറയുന്നില്ല. അപ്പോൾ ആ ലിസണിങ് കൊണ്ടാണ് ആ ഒരു പ്രശ്നങ്ങളെ പൂർണ്ണമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ ഇത് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഹൊറിഗാലു എന്ന് പറയുമ്പോൾ സുധാമൂർത്തിയുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആരാണ്? ഗ്രാൻഡ് ഫാദർ മാത്രമാണ്. പക്ഷേ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഇതിൻ്റെ സൈക്കോളജിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് പറ്റിയില്ല. ആ കുട്ടി എന്താ ചെയ്തേ? തൻ്റെ അപ്പനോട് ചോദിച്ചു, എന്താണ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഹൊറിഗാലു ഓർ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലോങ് കോൺവെർസേഷൻ? അപ്പോഴാണ് അപ്പവും പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? ചൈൽഡ്, ഇൻ അവർ ലൈഫ് വി ആർ ഓൾ ക്യാരിയിങ് ലോട്ട് ഓഫ് ബർഡൻസ് അല്ലേ? ജീവിതം നമ്മളെല്ലാവരും ഒരുപാട് ബർഡൻസുകൾ ചുമക്കുന്നവരല്ലേ? ആ ബർഡൻസുകളെ മാറ്റാൻ, റിഫ്രഷ് ചെയ്യാൻ, തൽക്കാലം ഒരു ശാന്തി ഉണ്ടാക്കാൻ അവർ വന്നിരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മെൻ്റൽ കംഫർട്ടാണ്. അപ്പോഴാണ് കൊച്ചിന് അതിൻ്റെ സൈക്കോളജിക്കലി എന്തുമാത്രം ഡെപ്ത് ഉള്ളതാണെന്ന കാര്യം ആർക്ക് മനസ്സിലായത്? സുധാമൂർത്തിക്ക് മനസ്സിലായത്. അപ്പോൾ സുധാമൂർത്തിയും അല്ലെങ്കിൽ ഹൊറിഗാലുവും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസെപ്പറബിളി കണക്റ്റഡ് ആണ് അല്ലേ? അതായത് നമ്മൾ പറയും ഇൻഎക്സ്ട്രിക്കബിളി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. അപ്പോൾ അത്രത്തോളം ഒരു ആത്മബന്ധം ഈ റിട്ടയർ സ്കൂൾ അധ്യാപകനും ആർക്കും ഉണ്ടായിരുന്നു? ഈ കുട്ടിയും ഹൊറിഗാലും തമ്മിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ഈ അനക്ഡോട്ടിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറിയുടെ ആദ്യ പാർട്ട്. അപ്പോൾ നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഓഫ് ഹൊറിഗാലു ബൈ സുധാമൂർത്തി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് ഫ്രണ്ട് വെച്ചോളൂ, നോക്കിക്കോളൂ കേട്ടോ. Later on in life, I go to see something that reminds me that some bends once again. I was working in Bombay now. സുധാമൂർത്തി
തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം കഴിച്ചുകൂട്ടിയത് എവിടെയായിരുന്നു? വില്ലേജിലായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സുധാ മൂർത്തി ബോംബെയിൽ ജോലിക്കായി പോയി. ഒരു വലിയ ഫേമിൽ ജോലിക്കായി പോവുകയും എന്നാൽ പോലും എപ്പോഴെങ്കിലും എനിക്ക് സ്റ്റോൺ ബെഞ്ചൊക്കെ ഓർമ്മ വന്നാൽ, അല്ലെങ്കിൽ ഈ ഹൊറിഗാലു ഓർമ്മ വന്നാൽ, എൻ്റെ മനസ്സിൽ ഇമേജ് ആര് തന്നെയാണ്? എൻ്റെ മുത്തച്ഛൻ തന്നെയാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ ഹെർ മൈൻഡ്, ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ വെൻ ടു മുംബൈ. വൺ ഓഫ് മൈ കൊളീഗ്സ്, COLLEAGUES, കൊളീഗ്സ് അർത്ഥം എന്താണ്? സഹപ്രവർത്തകൻ, സഹപ്രവർത്തകയുമാണ്. കൊളീഗ്സ്, അവരുടെ പേരാണ് രത്ന, RATNA, രത്ന. വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. ഇതാണ് ഇപ്പോൾ ചില എന്നെ കുറിച്ച് പറയുന്ന പോലെ എൻ്റെ മുഖത്ത് ചിരി വരാറില്ല എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്, അല്ലേ? വെറുതെ ഒന്നും ചിരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിരിക്കുന്നുണ്ട്, അല്ലേ? അല്ല, ചില ആൾക്കാർ പറയും അയാൾ ചിരിക്കുന്നില്ല എന്നൊക്കെ പറയും. എന്നെക്കുറിച്ച് ഒരുപാട് പേര് പറയുന്ന കംപ്ലൈൻ്റ് ആണ്, ഇയാളുടെ മുഖത്ത് ചിരി എന്താ വരാത്ത, ചിരിക്കുന്ന അവയോ ഇല്ലെന്ന് ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്, അല്ലേ? ഇനി വെറുതെ ഒന്നും ചിരിക്കേണ്ട, വെറുതെ ചിരിച്ച് ഓരോ പ്രശ്നത്തിന് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ചിരിക്കാത്തത്, അതാണ് കാര്യം, അല്ലേ? അപ്പോൾ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു മിഡിൽ ഏജ് വുമൺ ഉണ്ടായിരുന്നു. തന്നെക്കാൾ സീനിയർ ആയി ജോലി ചെയ്ത ഒരാളായിരുന്നു. ബട്ട് ഷീ ഈസ് ഓൾവേസ് വെരി പ്ലസന്റ് ആയിട്ടുള്ള ഒരു വിഷനായിരുന്നു. കാണുമ്പോൾ എപ്പോഴും മുഖത്ത് ചിരിയും ഒരു ഊർജ്ജമൊക്കെ ഉള്ള സ്ത്രീ ആയിരുന്നു പറയുന്നത് ഈ രത്ന. ഷീ ഹാഡ് ഡൺ ഹർ ഗ്രാജുവേഷൻ ആൻഡ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ നിയർലി 25 years, അല്ലേ? ആഫ്റ്റർ ഗ്രാജുവേഷൻ, ഡിഗ്രി കഴിഞ്ഞ ശേഷം 25 കൊല്ലമായിട്ട് ഇതേ ഓഫീസ് ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. 25 കൊല്ലമായി ചെയ്യുമ്പോൾ ആ 365 കൂടെ 25 ഡേയ്സിലും അവർ വളരെ ചിരിച്ചും ആക്റ്റീവുമായിട്ടാണ് ആ ഓഫീസിൽ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അവർ വരുമ്പോൾ ആ ഓഫീസിന് ഒരു ഊർജ്ജം കിട്ടുന്ന പോലെ ആയിട്ട്, ഒരു എനർജി കിട്ടുന്നത് പോലെയാണ് എന്ന് പറയുന്നത് ദ അറൈവൽ ഓഫ് സുധാ മൂർത്തി. ഷീ വെന്റ് അബൌട്ട് ഹർ റെപ്പിറ്റേറ്റീവ് മുൻറ്റൈൻ വർക്ക്, അല്ലേ? കാരണം റെപ്പിറ്റേഷൻ ആയിട്ടുള്ള വർക്കുകളാണ്. കാരണം അത് ഞാൻ ഡള്ളാണ്. പ്രിപ്പറേഷൻ പൊതുവേ ഡൾനെസ് ഉണ്ടാക്കത്തില്ലേ, ബോറിംഗ് ഉണ്ടാക്കത്തില്ലേ? എന്നാൽ പോലും ബോറിംഗ് ഉണ്ടാക്കാതെ ആ ജോലിയെല്ലാം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സീനിയർ ക്ലർക്കായിരുന്നു പറയുന്നത് രത്ന എന്ന് പറയുന്ന ഈ കഥാപാത്രം. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, രത്ന ആരെന്ന് വെച്ചെന്ന് പറയണം, രത്ന ഈസ് ദ കൊളീഗ് ഓഫ് സുധാ മൂർത്തി. മനസ്സിലായില്ലേ? എവറി ഡേ ഡ്യൂറിംഗ് ലഞ്ച് അവർ she would sit with some person in one of the rooms and they would have long chats. ലഞ്ച് അവർ, പണ്ടത്തെ ആൾക്കാർ പറയും ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഈ സ്ത്രീയുടെ ലഞ്ച് അവേഴ്സിലൊക്കെ നോക്കിയാൽ തന്നെയും ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും അവരോട് സംസാരിക്കുന്നുണ്ടാവും, എപ്പോഴും സംസാരിക്കും, അല്ലേ? ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് പറയും കഴിക്കുമ്പോൾ സംസാരിക്കാൻ ശരിയല്ല, ഇയാൾ എന്തോ സംസാരിക്കാൻ, പിന്നെ സംസാരിച്ച പോലെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഐ വുഡ് ലൈക്ക് ടു ഓഫൺ വണ്ടർ ദേ വുഡ് ടോക്ക് അബൌട്ട്. പലപ്പോഴും പണ്ട് സുധാമൂർത്തിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ അപ്പൂപ്പൻ സംസാരിക്കുന്നത് എന്താണ്? ഇപ്പോഴും ഡൗട്ടുണ്ട്, എന്താ ഈ രത്ന എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താ അവർ പറയുന്നതിൻ്റെ ടോക്കിൻ്റെ കണ്ടന്റ്, അല്ലെങ്കിൽ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്തെന്ന് പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. I finally asked her, Ratna, what do you talk with each person for the whole lunch hour? ഈ ലഞ്ച് കഴിക്കുന്ന സമയം മുഴുവൻ മാഡം എന്താണ് അവരോട് സംസാരിക്കുന്നത് എന്നറിയാനുള്ളൊരു ആഗ്രഹം സുധാമൂർത്തിക്ക് ഉണ്ടായിരുന്നു. രത്ന സ്മൈൽഡ് സെഡ് സിംപിളി. ഇപ്പം നമ്മൾ ചിലരാട് ചോദിക്കുമ്പോൾ ചിലർക്ക് ദേഷ്യപ്പെട്ടു, അത് ഞാൻ എന്തിനാ അറിയുന്നത് ചോദിച്ചോളെ, അല്ലേ? പക്ഷേ ഈ സുധാമൂർത്തി ചോദിച്ചിട്ട് പോലും അതിനെപ്പോലും പോസിറ്റീവായി കണ്ടേ, വെറുതെ സിമ്പിളായിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ അവർ പറഞ്ഞേ? ദേ ഷെയർ ദ ട്രബിൾസ് വിത്ത് മീ. അവരെ പ്രശ്നങ്ങളുണ്ടോ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഇത്ര തന്നെ, അല്ലേ? ഒരാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ എന്ന് പണ്ട് ആരും മനസ്സിലാക്കിയിട്ടുണ്ട്, സുധാമൂർത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? വീണ്ടും ഡൗട്ട് വന്നു. ഒരാളുടെ പ്രശ്നമല്ലല്ലോ ഇത്. ഇത്രയും ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പ്രശ്നം തീർക്കാൻ എന്തെങ്കിലും വലിയൊരു ഉപാധി കയ്യിലുണ്ടോ? എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത്? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? എപ്പോഴെങ്കിലും അവർക്ക് പറയുന്ന എല്ലാത്തിനും ആൻസർ പറയാറുണ്ടോ? അവർ പ്രശ്നങ്ങൾ പറയും, ഇതൊക്കെ ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടോ? ദെൻ രത്ന സേസ് നോ, ഐ ഒൺലി ലിസൺ. ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ. ഞാൻ ശ്രദ്ധിക്കുന്നത് പോലും അവർക്ക് എന്താണ് ഒരു ആശ്വാസം കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. ചോദിക്കാണ്, അതിപ്പോൾ അത് മതിയോ? ഒരാൾ പ്രശ്നം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ മതിയോ? പ്രശ്നങ്ങൾ തീരുമോ? ദാറ്റ് ഈസ് ഇനഫ്. ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമോ? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്, അല്ലേ?
കാരണം എനിക്കതൊന്നും ഇൻക്രെഡിബിൾ അൺബിലീവബിൾ ആയിരുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നൊന്നും എനിക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത ഇല്ലായിരിക്കാം. But Ratna answered with some patience and affection that she must have used with all my colleagues. എല്ലാ കൊളീഗ്സിനോടും വളരെ സ്നേഹമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടുമാണ് ആര് പെരുമാറുന്നത്? ഈ രത്ന പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ. ഒരു മെന്റൽ സൈക്കോളജി ഒക്കെ പഠിച്ച ഒരാളൊന്നുമല്ല. ഒരു കൗൺസിലർ ഒന്നും, ഒരു ചൈൽഡ് കൗൺസിലർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കൗൺസിലർ ഒന്നുമല്ല പുള്ളി. എന്നാൽ പോലും ഒരാൾ പറയുന്ന കേൾക്കാൻ, അതിന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കേട്ടാനുള്ള മനസ്സ് മാത്രം പോരെ. കൗൺസിലർ ഓർ ആൻ ഇന്റലക്ച്വൽ, നോ വൺ ക്യാൻ സോൾവ് അവർ പ്രോബ്ലംസ്, യു ഹാവ് ടു ഡു യുവർ സെൽഫ് എന്ന് പറഞ്ഞ മറ്റൊരു രഹസ്യമായ വളരെ റിയാലിറ്റി ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ലോകത്ത് ആർക്കും പറ്റില്ല. അത് ആർക്ക് മാത്രമേ പറ്റൂ? അത് നമുക്ക് മാത്രമേ പറ്റൂ. വേറെ ആര് വിചാരിച്ചാലും നമ്മുടെ പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം? ബൈ ലിസണിങ് ടു ദം. പിന്നെ എങ്ങനെയാണ് അവരെ ഈ ശ്രദ്ധിച്ചിട്ട് അവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹൗ ഡു യു ഹെൽപ്പ് ദം? God has given 2 ears to listen to others. ഈശ്വരൻ നീ 2 ചെവി തന്നിട്ടുണ്ട്, കാതുകൾ തന്നിട്ടുണ്ട്. അതെന്തിനെന്നറിയാമോ? മറ്റുള്ള പ്രശ്നങ്ങൾ കേൾക്കാൻ കൂടിയാണ് എന്നാണ് ആര് പറഞ്ഞത്? രത്ന പറഞ്ഞത്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെന്റ്. ഞാനത് പറയുമ്പോൾ അവർ പറയുന്ന അതേ ഒരു മെന്റൽ ടോണിൽ ഞാൻ കേൾക്കും. ഞാൻ ഒരിക്കലും അവർ പറഞ്ഞ വാക്കുകൾ അവർ ഞാൻ എന്ത് ചെയ്യാറില്ല, ജഡ്ജ് ചെയ്യാൻ പോകാറില്ല. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, ജഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നതെന്ന്. ജഡ്ജ് ചെയ്യണ്ട, നിങ്ങൾ ആൾക്കാർ ആദ്യം മനസ്സിലാക്കും. ദെൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ദെൻ ട്രൈ ടു മേക്ക് ജസ്റ്റിഫിക്കേഷൻ ഓർ ജഡ്ജ്മെന്റ്സ്. ആദ്യം എന്ത് വേണം? ബേസിക്കലി പ്ലെയിൻ തിങ് എന്ന് പറയുന്നത് എന്താണ്? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ ഫസ്റ്റ്. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ, ചിലപ്പോൾ എന്തെങ്കിലും വലിയ പ്രശ്നമുള്ള ആളായിരിക്കാം, ഒരുപാട് സ്ട്രെയിൻ ഉള്ള ആളായിരിക്കാം. അവർക്കൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അവർ പറഞ്ഞ പ്രശ്നങ്ങൾ കേട്ടാൽ മതി. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ സാധിക്കും. അണ്ടർ ദ ലോട്ട് ഓഫ് സ്ട്രെയിൻ ആൻഡ് ഔട്ട്ലെറ്റ് ഫോർ ദെയർ വറീസ്. കാരണം അവരുടെ വിഷമങ്ങളെല്ലാം ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകണം. ആ ഒഴുകി പോകാൻ ഒരു ചാനൽ മാത്രം മതി. ആ ചാനൽ ആവുക എന്ന് പറയുന്ന പോലെ എന്താണ്? ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഇറ്റ് റിവീൽസ് ഹാഫ് ഓഫ് ഹിസ് ബർഡൻ, അല്ലേ? അപ്പോൾ അയാൾ ആരാണോ, അയാളുടെ ബർഡന്റെ പകുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഐ തോട്ട് ഫോർ സംടൈംസ് ആൻഡ് സെഡ്, ബട്ട് don't you ever break the confidence and tell others like a secret you hear? നല്ലൊരു ചോദ്യം ചോദിച്ചത്. പലരുടെയും സ്വകാര്യങ്ങളായ പ്രശ്നങ്ങൾ പറയും, അല്ലേ? സുഹൃത്തായിരിക്കുമ്പോൾ നമ്മളത് മനസ്സ് കീപ്പ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ എന്തെങ്കിലും അയാളുമായിട്ട് എന്തെങ്കിലും ഒരു മാനസികമായ അകൽച്ച ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് മറ്റുള്ളവർ പറയുക സ്വാഭാവികം മാത്രമാണ്. അവൻ എങ്ങനെയാണ്, ഇങ്ങനെയാണോ, അങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്ക് നല്ലോണം അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഈ ആൾക്കാർ വീണ്ടും വീണ്ടും തങ്ങളോട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവർ പറയുന്ന ഒരു കാര്യങ്ങളും മറ്റാളുമായി ഷെയർ ചെയ്യാറില്ല. നാളെ ഈ പറയുന്ന വ്യക്തി എൻ്റെ ഏറ്റവും വലിയ ശത്രുവായാൽ പോലും ഞാൻ എന്ത് ചെയ്യത്തില്ല? അത് ഷെയർ ചെയ്യത്തില്ല. ഐ കീപ് ഇൻ മൈ ഓൺ മൈൻഡ്. ഇതായിരിക്കാം അവരിൽ എനിക്ക് എന്നൊരു കോൺഫിഡൻസ് വരാനുള്ള കാരണം, അല്ലേ? അത് നല്ല ക്വാളിറ്റി അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. നാളെ നമ്മൾ തമ്മിൽ ഒരു മാനസികമായ അകൽച്ച ഉണ്ടായാൽ പോലും അത് മറ്റുള്ളവർ പറയുക എന്ന് പറയുന്നത് എന്തല്ല? ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി, അല്ലേ? കാരണം അത്തരം ക്വാളിറ്റികളൊന്നും പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടില്ല. ജീവിതത്തിൽ നിന്നാണ് അതൊക്കെ കിട്ടേണ്ടത്. അങ്ങനെ അത് കിട്ടിയൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ. ഇന്ന് അവൻ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും അതിന് കാരണവും ഈ ഞാൻ. പക്ഷെ എന്നാൽ പോലും ഞാൻ അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹി നെവർ റിവീൽ ടു എനി വൺ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്നും എനിക്ക് അയാളുടെ ഒരു മാനസികമായ താല്പര്യമൊക്കെയുണ്ട്. കണ്ടാൽ ചിരിക്കത്തില്ല, മിണ്ടത്തില്ല, ഒരിക്കലും പരിചയം പോലും കാണിക്കാതെ മുഖം തിരിച്ചു പോയിട്ടുണ്ട് ഈ പറയുന്ന ഞാനും അവനും. ബട്ട് എനിക്ക് അവനെ ഇഷ്ടപ്പെടാൻ കാരണം അവൻ്റെ വായിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം മറ്റൊരാളോട് ഞാൻ ഒരിക്കലും അറിയേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ദ കോൺഫിഡൻസ് ഐ ഹാവ് ഇൻ ഹിം. അതുകൊണ്ടാണ് എനിക്ക് അയാൾ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഓക്കെ. നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല. കാരണം ഞാൻ ഒരിക്കലും അവർ പറഞ്ഞ കാര്യങ്ങൾ ആരുമായിട്ട് എന്ത് ചെയ്യാറില്ല, ഷെയർ ചെയ്യാറില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ചതിക്കാം മനുഷ്യന്. പക്ഷേ ചതിയുടെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇത് വിശ്വാസവഞ്ചന ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലേ? അത് ഏറ്റവും വലിയ നെഗറ്റീവാണ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രേയിങ് സമ്മൺസ് കോൺഫിഡൻസ്. ഒരാളുടെ വിശ്വസ്തതയെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ
ഇതിനേക്കാൾ ഏറ്റവും വലിയ ചതി വേറെയില്ല, അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞു, അപ്പോൾ അയാളത് അങ്ങനെ അയാളെന്ന് വിശ്വസിച്ചിട്ട് അയാളത് മാറ്റി പറയുമ്പോൾ വല്ലതുണ്ടാകുന്ന വിഷമം മനസ്സിലാവില്ലേ, അല്ലേ? അപ്പോൾ ഒരാളുടെ കോൺഫിഡൻസിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചതിക്കാൻ പാടില്ല. Confidence, they tell me their worries because they know I will never talk about it or gossip about to any other person. ഞാനത് ആരോടെങ്കിലും ഗോസിപ്പായിട്ട് പറയുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യില്ല എന്ന വിശ്വാസം കൊണ്ടാണല്ലോ പുള്ളി എന്നോട് പറയുന്നത്, അല്ലേ? ആ വിശ്വാസം ഞാനത് എന്ത് ചെയ്യാൻ പാടില്ല, ഇല്ലാതാക്കുന്നത്. അങ്ങനെ ഇല്ലാതാക്കിയാൽ ചതിയുടെ ലാസ്റ്റ് വാക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സിന്നാണ്, പാപമായി തീരും അത്തരം പ്രവർത്തികൾ. അനദർ പേഴ്സൺ only when they know their words are secure with me. ഞാൻ ഒരാളോട് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ അവനിൽ എന്തായിരിക്കണം, സെക്യൂർ ആയിരിക്കണം. എന്താണ്? സുരക്ഷിതമായിരിക്കണം എന്ന വിശ്വാസം എനിക്കുണ്ട്. ആ സുരക്ഷിതമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ അദ്ദേഹത്തിനോട് അതൊക്കെ പറയുന്നത്. സെക്യൂർ വിത്ത് മീ, ദേ ക്യാൻ ടോക്ക് ടു മീ ഫ്രീലി, അല്ലേ? കാരണം അവർക്ക് തന്നെ വിശ്വാസം, ഫ്രീ ആയി സംസാരിച്ച് ഒരിക്കലും എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. This way I relieve their burden for a short while till they are ready to pick themselves up and carry on their journey. അപ്പം അങ്ങനെ ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്ന് സഹായിക്കാറുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കുന്ന ആശ്വാസം ചിലപ്പോൾ ക്ഷണികമായിരിക്കാം. ക്ഷണികമാണെങ്കിൽ പോലും അത്രയും നേരമെങ്കിലും അവർക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കാൻ പറ്റിയാൽ എന്താണ്, ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ദാറ്റ് ഈസ് ദ വ്യൂ ഓഫ് രത്ന. രത്നയുടെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. ഹർ വേഴ്സ് എൻകാനിംഗ്ലി എക്കോഡ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ്. രത്നയുടെ വാക്ക് കേട്ടപ്പോൾ ഇത് ആരുടെ വാക്ക് കേൾക്കുന്ന പോലെയാണ്, ഗ്രാൻഡ് ഫാദറിന്റെ വാക്കുകൾ എൻ്റെ ചെവിയിൽ കേൾക്കുന്നത് പോലെ ആയിരുന്നു, സെയിം ആയിരുന്നു, അല്ലേ? അപ്പം കാരണം ജീവിതയാത്രയിൽ ഒരുപാട് ബർഡൻസുകളുള്ള ആൾക്കാർക്ക് ഞാൻ ചെറിയൊരു ആശ്വാസമായി മാറുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗ്രാൻഡ് ഫാദറും അന്ന് പറഞ്ഞത്, അല്ലേ? സൂൺ ഷീ റിഫ്ലക്റ്റഡ് ദ ഇമേജ് ഓഫ് ഹർ ഗ്രാൻഡ് ഫാദർ sitting on the stone bench under the banyan tree, perhaps in their own small ways. അപ്പോൾ ഗ്രാൻഡ് ഫാദറും പിന്നെ രത്ന, ഈ രണ്ട് ആൾക്കാരൊരു റോൾ മോഡലായിട്ടാണ് ഇപ്പോൾ സുധാമൂർത്തി മനസ്സിൽ കാണുന്നത്, അല്ലേ? അവരൊക്കെ ഒരാൾ ചെറിയൊരു ഓഫീസിൽ ഇരിക്കുന്നു, ഒരാൾ എന്താണ് ബനിയുടെ ചുവട്ടിലിരിക്കുന്നു. പക്ഷേ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ വളരെ വളരെ സങ്കുചിതമാണ്, ചെറുതാണെങ്കിൽ പോലും. അവരുടെ മനസ്സും അവരുടെ വ്യൂസിൻ്റെയും വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്, ഈസ് എനോർമസ് ആൻഡ് ബിഗ് വൺ. വിത്തൗട്ട് ആക്സസ് എ ഗ്രേറ്റ് വെൽത്ത്. കാരണം അവർ ഒരുപാട് വെൽത്തോ സമ്പാദ്യങ്ങളോ ഒന്നുള്ള ആൾക്കാരൊന്നും അല്ല, സാധാരണക്കാർ. ഈ സാധാരണക്കാരൻ ആളിന് പോലും എന്താണ്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്തുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ മൈൻഡ്. വിത്തൗട്ട് ആക്സസ് എ ഗ്രേറ്റ് വെൽത്ത് ബോത്ത് ദീസ് പീപ്പിൾ ആർ ഡൂയിങ് ട്രെമൻഡസ് സോഷ്യൽ സർവീസ്. ഈ രണ്ട് ആൾക്കാർ ആരൊക്കെയാണ്? രത്ന ആൻഡ് ഗ്രാൻഡ് ഫാദർ വേർ ഡൂയിങ് ട്രെമൻഡസ് അർത്ഥം എന്താണ്, വെരി ഗ്രേറ്റ്, അല്ലേ? ഒരുപാട് ഗ്രേറ്റ് ആയ രീതിയിലാണ്, വിലമതിക്കാനാവാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് ഈ പ്രവൃത്തികൾ. ആക്ച്വലി ഈ പ്രവൃത്തികൾ എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിമിലർ ടു എ സോഷ്യൽ വർക്ക്. ഇത് സോഷ്യൽ വർക്ക് അർത്ഥതാണ് സാമൂഹിക സേവനം തന്നെയാണ് ആര് ചെയ്യുന്നത്. കാരണം സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളെ എങ്ങനെയെങ്കിലും അത് കുറയ്ക്കാൻ പറ്റിയാൽ അത് സാമൂഹിക ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും ഒരു ആശ്വാസമായിരിക്കത്തില്ലേ? അത് തന്നെയാണ് ആര് ചെയ്യുന്നത്, ഈ ഗ്രാൻഡ് ഫാദറും രത്നയും ചെയ്യുന്നത്. No one thought of acknowledging their works or rewarding them for it. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട്, അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ ഒരുപാട് സാമൂഹിക പ്രാധാന്യമുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും റിവാർഡ് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ തിരിച്ചറിയാനോ ഒരിക്കലും ശ്രമിക്കാറില്ല. അവർക്കൊരിക്കലും അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് നമ്മൾ കൊടുക്കാൻ ഇതുവരെ തയ്യാറുമല്ല. എന്നാൽ മോസ്റ്റ് വാല്യുബിൾ ആയ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ കാര്യങ്ങളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. Their work is rewarding them for them. ബട്ട് ദേ കണ്ടിന്യൂ ടു ഡു സോ. കാരണം അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിഷമിക്കുന്നില്ല. കാരണം അവർ അതിന് വേണ്ടിയിട്ടല്ലല്ലോ അത് ചെയ്തേ. ദേ നെവർ ബോതേഡ് അബൌട്ട് ദ റിവാർഡ്സ്, അല്ലേ? നമ്മളിപ്പോൾ പറയാം കർമ്മം ചെയ്യുക, അല്ലേ? അതിൻ്റെ കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യണ്ട. നിങ്ങളിപ്പോൾ പഠിക്കുക, അത് ഓൺലൈനിലായാലും ഓഫ്ലൈനായാലും പഠിക്കുക. കർമ്മഫലം അവസാനം പരീക്ഷ എഴുതുമ്പോൾ എന്ത് ചെയ്യും, ലഭ്യമാകും. ബട്ട് ദേ കണ്ടിന്യൂ ടു ഡു സോ ആസ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. അവർ പ്രവൃത്തി എന്താണ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ആക്ട് ഓഫ് കൈൻഡ്നെസ്, അല്ലേ? അപ്പൊ അത്രയും കൈൻഡായിട്ടുള്ള ഒരു കൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ടതാണ് ആരുടെ പ്രവൃത്തികൾ, നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെയും ഈ രത്നയുടെയും പ്രവൃത്തികൾ. കൈൻഡ്നെസ് ഗേവ് ദം ജോയ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, ഒരുപക്ഷെ അവർക്ക് നമ്മൾ രാജ്യം കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരത്തെക്കാളും ഏറ്റവും വലിയ ബഹുമതികളെക്കാളും എല്ലാം അവർക്കത് വളരെയധികം വാല്യുബിൾ ആയിരിക്കാം.
ഇറ്റ് എവർ നൗ ഐ ഹാപ്പൻ ടു പാസ് എ ഹൊറിഗാലി. ഇന്ന് ഏതെങ്കിലും ഗ്രാമത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഹൊറിഗാലു എൻ്റെ കണ്ണിലെങ്ങാനും കണ്ടാൽ, ഞാനൊരു ഹൊറിഗാലുവിൻ്റെ വിഷൻ എങ്ങനെയെങ്കിലും കാണേണ്ടി വന്നാൽ അത് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും പിന്നെ എൻ്റെ കൊളീഗായ രത്നയെയും ഓർമ്മിപ്പിക്കുന്നത് പോലെയാണ്. ഐ സൂൺ റിഫ്ലക്റ്റഡ് ദം. ഐ ഹാപ്പൻ ടു പാസ് എ ഹൊറിഗാലു ഇൻ എ വില്ലേജ്. ഐ റിമെമ്പർ ദം. ഈ ദം ആരൊക്കെയാണ്? ഗ്രാൻഡ് ഫാദറും രത്നയും. റിമെമ്പർ ദം ആൻഡ് വിഷ് ദെയർ വെയർ മോർ ഓഫ് ദം. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ലോകത്ത് ഉണ്ടാവണേ എന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം മനുഷ്യനെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാകണം എന്ന് ഞാൻ ഒരുപാട് എന്ത് ചെയ്യുമായിരുന്നു? ആഗ്രഹിക്കുമായിരുന്നു. മോർ ഓഫ് ദം ഇൻ ദിസ് വേൾഡ്. ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സിലുള്ള ആൾക്കാർ ഉണ്ടാകണം എന്ന് പലപ്പോഴും സുധാമൂർത്തി ഓർക്കുമായിരുന്നു. ഇത്രയുമാണ് ഹൊറിഗാലു എന്ന പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ സ്പെല്ല് നമ്മൾ കണ്ടത് സുധാമൂർത്തിയുടെ വേറൊരു ലൈഫാണ് കണ്ടത്. ദ സ്റ്റോറി നൗ ഷിഫ്റ്റഡ് ഇൻ ടു മുംബൈ and she began to start job in a company. She met a colleague called Ratna, comparatively senior than her, but she is very unusual. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു പറയുന്നത് രത്ന. സുധാമൂർത്തി വാച്ച്ഡ് എവറി ഡേ. She involved in talk to each and everyone during lunch hours. ലഞ്ച് കഴിക്കുന്ന സമയത്ത് ആരോടെങ്കിലും ഒരാളോട് സുധാമൂർത്തി കണ്ടിട്ടുണ്ട്, ഈ രത്ന സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? അവസാനം ആ ഗ്രാൻഡ് ഫാദറിന് ചോദിച്ച പോലെ സുധാമൂർത്തി ആരോടും ചോദിച്ചു? രത്നോടും ചോദിച്ചു. ആൻഡ് ദെൻ ഷി ആൻസേർഡ്, ഐ ആം ലിസണിങ് ദ വറീസ് ഓഫ് അതേഴ്സ്. ഐ ആം നോട്ട് ഗിവിംഗ് എനി സൊല്യൂഷൻ. ഐ ജസ്റ്റ് ലിസൺ. ബട്ട് ദിസ് ലിസണിങ് ഗേവ് ദം സർട്ടൻ കംഫർട്ട്. ദേ കൻ കണ്ടിന്യൂ ദിയർ ജേർണി വിത്ത് ദ ബർഡൻ. ഇത് കേട്ടപ്പോഴാണ് സുധാമൂർത്തി ഒരു കമ്പാരിസൺ അറിയാതെ മനസ്സിലേക്ക് വന്നത്. എന്തൊക്കെയാണ്? എ ക്ലോസ്. ഇപ്പോൾ രണ്ടുപേരും ഇമേജ് ഉണ്ട്. രണ്ട് ഇമേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗ്രാൻഡ് ഫാദർ ആയാലും പിന്നെന്താണ് രത്നയായാലും. ഇത് രണ്ടും കംഫർട്ടബിലിറ്റിയുടെ ഹൊറിഗാലുവിൻ്റെ ഏറ്റവും വലിയ ഇമേജുകളായിട്ടാണ്, സിനണിംസുകളായിട്ടാണ് സുധാമൂർത്തി മനസ്സിലാക്കുകയും ചെയ്തത്. ഓക്കെ, കഥ മനസ്സിലായോ? സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്, ഗ്രാമത്തെ ബേസ് ചെയ്ത് പോകുന്ന കഥയാണ്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ എവിടേക്ക് പോകാൻ ബോംബെയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സ്പെല്ലിലായിട്ടാണ് ഈ കഥ സുധാമൂർത്തി പറഞ്ഞു തീർത്തിട്ടുള്ളത്. പിന്നെ ഈ പാഠഭാഗം വായിക്കുമ്പോൾ വായന എളുപ്പമാക്കാൻ വേണ്ടി കുറച്ച് വെക്കാബിലിറ്റികളൊക്കെ നോക്കിക്കൊള്ളണം. അത് ഞാൻ 1-2 വായിക്കാതെ ടെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യൂ. മാസീവ് എന്ന വാക്ക് കണ്ടോ? മാസീവ് മീൻസ് ഹ്യൂജ് അല്ലെങ്കിൽ എനോർമസ് എന്നാണ് അതിനർത്ഥം അവിടെ കൊടുക്കേണ്ടത്. ദെൻ സോക്കർ മീൻസ് അർത്ഥം സപ്പോർട്ട്, പിന്തുണ. ദെൻ ഹൊറിഗാലു പറഞ്ഞില്ലേ, എ സ്റ്റോൺ ബെഞ്ച് ഓൺ ദ വേ സൈഡ് വിച്ച് ക്യാൻ ക്യാരി വെയിറ്റ്. ക്വൻസ് അർത്ഥം ശമിപ്പിക്കുക അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന അർത്ഥമുണ്ട്. ദെൻ ഇൻഎക്സ്ട്രിക്കബിളി, ഇപ്പം മറന്നു പോകരുത്, ഇൻസെപ്പറബിളി എന്ന അർത്ഥം ഒരിക്കലും മാറ്റമില്ലാത്ത, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത. പിന്നെ മുൻഡൈൻ വർക്ക് അർത്ഥം ഡൾ അല്ലെങ്കിൽ ഓർഡിനറി വർക്ക്, സാധാരണയുള്ള വർക്കിനെയാണ്. ഇൻക്രെഡുലസ് അർത്ഥം അൺബിലീവബിൾ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ചില ആൾക്കാർ വളരെ ഈസിലി ആയിട്ട് ആര് പറയുന്നത് വിശ്വസിക്കുന്ന, എ പേഴ്സൺ ഹു ഈസ് ബിലീവിങ് ഈസിലി ഈസ് കോൾഡ് ക്രെഡുലസ് എന്നാണ് പറയുന്നത്. ഇതാണ് ക്രെഡുലസ്. ദെൻ സ്ട്രെയിൻ മീൻസ് അർത്ഥം ഭയങ്കര സ്ട്രെയിൻ ആണെന്ന് പറയാറില്ലേ, ഭയങ്കര സമ്മർദ്ദം. ബിട്രയൽ മീൻസ് ചീറ്റിംഗ് അല്ലെങ്കിൽ ചതി. ഗോസിപ്പുകൾ പറയുക, ഒരാളെ കുറിച്ചുള്ള ഫോർമൽ അല്ലാത്ത ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ പറയുമ്പോഴാണ് ഗോസിപ്പ് എന്നൊക്കെ പറയുന്നത്. ദെൻ അൺകാനിംഗ്ലി അർത്ഥം സ്ട്രേഞ്ച്ലി, ദാറ്റ് മീൻസ് അസാധാരണമായി. ദെൻ ട്രെമൻഡസ്, അതും ശ്രദ്ധിക്കുന്ന നല്ല വാക്കാണ് ഈ പാഠത്തിലെ. ഗ്രേറ്റ്, വെരി ഗ്രേറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരം സിമ്പിളായിട്ടുള്ള 1-2 വെക്കാബിലിറ്റി മാത്രമേ അത് ബുദ്ധിമുട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ ഒരുപാട് അസൈൻമെൻറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കുറച്ചെങ്കിലും ചെയ്യണം. അത് ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. പിന്നെ കഴിഞ്ഞ അങ്ങേ വർഷം ഇത് ചോദ്യം ഇതായിരുന്നു, ഡു യു തിങ്ക് ദാറ്റ് ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വേർ ഡൂയിങ് സം ട്രെമൻഡസ് സോഷ്യൽ സർവീസ്? എക്സ്പ്ലെയിൻ. രത്നയും ഗ്രാൻഡ് ഫാദറും ചെയ്യുന്നതെല്ലാം വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിലിം റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെങ്ങാനും
ഒരു ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തു. ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു റിവ്യൂ, ഒരു പുനരവലോകനം. ഇപ്പോൾ നിങ്ങൾ കണ്ട ഏതെങ്കിലും നല്ല ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന സിനിമകളാണ്, കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അപ്പോൾ ആ സിനിമകളെ കുറിച്ച് കാണുകയും അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ഇൻസ്പിറേഷണൽ റിവ്യൂ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതും റിപ്പീറ്റ് ചെയ്യപ്പെട്ട ചോദ്യമാണ്. അല്ലെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ട് സ്കൂളിൽ കണ്ടക്ട് ചെയ്തു, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ട് കണ്ടക്ട് ചെയ്തു. അത് എങ്ങനെയുള്ള ഫിലിം ഫെസ്റ്റിവൽ എന്നറിയാമോ? വിമൺ ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തു. അപ്പോൾ സിനിമകളും അതിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരും പ്രവർത്തിക്കുന്ന ആൾക്കാരും എല്ലാം ഒരു മിക്കവാറും ഫീമെയിൽസിലായിരിക്കുമല്ലോ. അവർ ഡയറക്ടർ സിനിമകളൊക്കെ ആയിരിക്കാം. മലയാളത്തിൽ തന്നെ ഇപ്പോൾ നമ്മളെ നടി രേവതി, ഷീസ് ആൾസോ ഡയറക്ടേഴ്സ് അല്ലേ, അവരൊക്കെ സംവിധാനം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ സാന്നിധ്യം ഒരുപാടുണ്ടായിരുന്ന സിനിമകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അതിൽ ഗ്രാമറ്റിക്കൽ ഏരിയയും കുറച്ച് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് കാണുമ്പോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു പ്രൊഫൈൽ, അത് സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ് പ്രൊഫൈൽ. പക്ഷെ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഇതൊന്നുമില്ല. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, അപ്പോൾ അത് നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. അതായത് ആദ്യം മലയാളത്തിൽ ഞാൻ പറയാം. നിങ്ങൾ 3ാമത്തെ പാഠം പഠിച്ചത് ഏതായിരുന്നു? മാറ്റ് ബോക്സ് എന്ന പാഠമാണ് അല്ലേ? ഈ മാറ്റ് ബോക്സിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത പ്രധാന കഥാപാത്രം നോമിത എന്ന ക്യാരക്ടർ. ഒരുപാട് സാക്രിഫൈസ് ചെയ്ത ഒരു വുമണാണ്. ഭർത്താവിൻ്റെ ഐഡന്റിറ്റിയും കുടുംബത്തിൻ്റെ മാന്യതയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച്, മെന്റൽ സ്ട്രെയിൻ അനുഭവിച്ച ഒരു വുമണാണായിരുന്നു പറയുന്നത് നോമിത. എന്നിട്ട് പോലും അവൾ ഒരിക്കലും ആ ഒരു കുടുംബത്തിൻ്റെ ഒരു കളങ്കം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണ്ട എന്ന് വെച്ച് എന്ത് ചെയ്തു, ആൻഡ് ഷീ ട്രൈ ടു അഡ്ജസ്റ്റ് വിത്ത് ഓൾ ദ സർക്കംസ്റ്റൻസസ്. നമ്മൾ കണ്ടൊരു കഥാപാത്രമല്ലേ. ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആ കുഞ്ഞിനുണ്ടായിരുന്നു ആ കഥയിൽ. ആൻഡ് ഇമാജിൻ വൺസ് നോമിത മെറ്റ് രത്ന. ഒരിക്കൽ നോമിത ആരെ കണ്ടു? രത്നയെ കണ്ടു. നോർമലി നോമിതയുടെ വിഷമങ്ങൾ നോമിത പറയും. ആരോട് പറയും? രത്നയോട് പറയും. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ക്വസ്റ്റിൻ്റെ ഇതാണ്. അപ്പോൾ റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ രത്ന ആൻഡ് നോമിത. രത്നയും നോമിതയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ലൈക്ക്ലി കോൺവെർസേഷൻ ആയിരിക്കണം. ഒരു കോൺവെർസേഷനിൽ മിനിമം ഉണ്ടായിരിക്കേണ്ട എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 6 ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. 6 എക്സ്ചേഞ്ച് ഉണ്ടാവണം. ഈ 6 എക്സ്ചേഞ്ച് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം? അത് ആൻസർ എഴുതി അയക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കുകൾ കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഒരു കഥ പറയുമ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിന് 30% മാത്രമാണ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കണം, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവണം. പിന്നെ ഇതുമായി റിലേറ്റഡ് കാര്യം ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും പറയാനും പറ്റണം അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോയ്ഹുഡ് ഡേയ്സിൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബാല്യകാലത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഈ കഥയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയുള്ള ബാല്യകാലങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം അല്ലേ? അപ്പോൾ സുധാമൂർത്തിയുടെ ബാല്യം എങ്ങനെയാണെന്നും ആ ബാല്യം എന്തുമാത്രം നിഷ്കളങ്കമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്താണ്, റൈറ്റ് യുവർ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ചൈൽഡ്ഹുഡ് ഡേയ്സ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് അതൊരു സ്റ്റോറി പോലെ, കാരണം വിത്തൗട്ട് ഡിലീറ്റിംഗ് മെയിൻ എപ്പിസോഡ് ഫ്രം യുവർ ലൈഫ്. ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എപ്പിസോഡുകൾ മാറ്റിവെച്ചുകൊണ്ടല്ല, പ്രധാനപ്പെട്ട എപ്പിസോഡുകൾ മാത്രം കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന ഒരു ഡയറി മേക്കിംഗ് എന്ന് എഴുതി ചോദിച്ചാൽ എഴുതണ്ടേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം 8 മാർക്കിനായിരിക്കും. 8 മാർക്കിനായിരിക്കും എന്ത് ചെയ്യത് ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യപ്പെടും? അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് +2വിൻ്റെ 1ാമത്തെ യൂണിറ്റിലെ ടോട്ടൽ പാഠങ്ങൾ എന്ന് പറയുന്നത്. 4 എണ്ണമാണ്. ഈ 4 ലെസൺസ് വായിക്കുമ്പോഴും ജനറലി മനസ്സിലാക്കാൻ പറ്റും ദ എൻറ്റയർ യൂണിറ്റ് ഫോക്കസസ് ഓൺ വിമൺ അല്ലേ? സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ 4 പാഠങ്ങൾ. 4 തലങ്ങളിൽ നിന്നുകൊണ്ട് സ്ത്രീകളുടെ ലൈഫ് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ എങ്കിൽ മാത്രമേ ദേ ആൾസോ ക്യാൻ ബി ഈക്വൽ ടു മെൻ. എല്ലാവരും ഈക്വൽ ആയിരിക്കണം. അവിടെ ഒരു പാർഷ്യാലിറ്റിയോ ഡിസ്ക്രിമിനേഷനോ ഒന്നും പാടില്ല കേട്ടോ. എല്ലാം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒരു ഈക്വൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ചിന്താഗതികൾ ഈ പാഠം വായിക്കുന്ന, ഈ യൂണിറ്റ് വായിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് നമുക്കൊരു സാമൂഹ്യ പരിവർത്തനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെറും മാർക്കിന് വേണ്ടി മാത്രം ഒരിക്കലും പഠിക്കരുത്. പഠിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യപ്പെടണം? ദർ ഷുഡ് ബി
ഒരു വലിയ നോളജ് ആയിരിക്കണം നമ്മുടെ ലൈഫിൽ. അത് നമ്മൾ പലപ്പോഴും യൂട്ടിലൈസ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ പാഠത്തിൻ്റെ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പഠിക്കണം, ഞാൻ പറഞ്ഞ അസൈൻമെൻറ്റ് ചെയ്യണം. എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് ഒഫീഷ്യലി. അത് ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. ദേ വിൽ ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ്. Okay, thank you very much for listening my video and see you later. Stay tuned with us. Have a nice day.